கர்த்தர் அரணான நகரத்தில் எனக்கு தமது கிருபையை அதிசயமாய் விளங்க பண்ணினபடியால் அவருக்கு ஸ்தோத்திரம். சங்கீதம் 31:21. Blessed be the Lord, for he hath shewed me his marvelous kindness in a strong city. Psalms 31:21. இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்கள் ஒவ்வொருவருக்கும் காட் கூசிஸ் மினிஸ்ட்ரி சார்பாக புத்தாண்டு வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். தேவனாகிய கர்த்தர் தம்முடைய பெரிதான கிருபையினாலே 2024 ஆண்டிலே நம்மை பிரவேசிக்க செய்திருக்கிறார். அவருக்கு ஸ்தோத்திரமும் கனமும் துதியும் மகிமையும் உண்டாவதாக. நமது ஊழியத்தின் மூலமாக ஒவ்வொரு நாளும் தேவ வார்த்தைகளை பகிர்ந்து கொண்ட தேவ ஊழியர்களையும் குடும்பங்களையும் தேவனாகிய கர்த்தர் ஆசீர்வதிப்பாராக. ஒவ்வொரு நாளும் இன்றைய மன்னா செய்தியை கேட்டு பிரயோஜனம் அடைந்த அநேகருடைய சாட்சிகளை இம்மட்டும் கேட்டிருக்கிறோம். இந்த ஆண்டிலும் கூட தம்முடைய வார்த்தையில் மாறாதவராகிய கர்த்தருடைய வார்த்தையை விசுவாசத்தோடு கேட்போம், கவனிப்போம். நிச்சயம் ஆசீர்வாதங்களை பெறுவோம். கடந்த நாட்களில் நாம் கண்ட எல்லா துயரமான சூழ்நிலைகளிலிருந்து கர்த்தர் நம்மை விடுவித்து இந்த புதிய ஆண்டிலே தேவன் தமது வார்த்தைகளை நிச்சயம் நிறைவேற்றுவார் என்ற விசுவாசத்தோடும் நம்பிக்கையோடும் காத்திருப்போம். தேவனுடைய வார்த்தைகளுக்கு கீழ்ப்படிய நம்மை நாமே ஒப்பு கொடுப்போம். கர்த்தர் மகத்துவமான காரியங்களை செய்வதற்கு வல்லமையுள்ளவர். நம்முடைய நம்பிக்கை வீண் போகாது. தேவன் சகலவற்றையும் அதினதின் காலத்திலே நேர்த்தியாய் செய்கிறவர். இந்த புதிய ஆண்டையும் கூட நமக்கு தேவன் தந்திருக்கிறார். கடந்த ஆண்டிலே நம்மோடு கூட இருந்தவர்கள் அநேக பரிசுத்தவான்கள் கர்த்தருடைய இளைப்பாறுதலுக்குள் பிரவேசித்திருக்கிறார்கள். ஆகிலும் நம்மை கொண்டு தமது திட்டங்களை நிறைவேற்றும்படியாக தேவன் நம் ஒவ்வொருவரையும் ஜீவனோடு பாதுகாத்து இந்த புதிய ஆண்டிற்குள் பிரவேசிக்க செய்திருக்கிறார். நல்ல எதிர்பார்ப்போடும் விசுவாசத்தோடும் காத்திருப்போம். இந்த ஆண்டு மகிமையாக துவங்கட்டும். கர்த்தர் தாமே இந்த ஆண்டு முழுவதும் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ എളിയദാസൻ രഞ്ജിഷാജൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഗോഡ് ഹൂസിസ് മിനിസ്ട്രിയുടെ ഫൗണ്ടറും ഡയറക്ടറുമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ തോമസ് ചെല്ലയ്യ അവർക്കും ഈ സന്ദേശം നവമാധ്യമങ്ങളിൽ എത്തിക്കുവാൻ സഹായകമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ആലെഫ് ജോൺ റൈസ് അവർക്കും ഗോഡ് ഹൂസിസ് മിനിസ്ട്രിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന വിലപ്പെട്ട ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ പ്രഭാതം കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി ഒരു വേദഭാഗം വായിക്കുന്നു. 19 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദഭാഗമാണ് അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സാധാരണക്കാരനായ ആട്ടിടയനായ ദാവീദ് ഒടുവിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം താൻ രാജാവാകുവാനായിട്ടിടയായി. ദാവീദിൻ്റെ ഈ സങ്കീർത്തനം പഠിച്ചു നോക്കുമ്പോൾ അതീവ ജ്ഞാനമുള്ള, വളരെ പാണ്ഡിത്യമുള്ള ഭൂമിയെയും ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യാദികളെക്കുറിച്ചും ആഴമായ തികവുള്ള
ഒരു വിജ്ഞാനി എഴുതിയെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവം ദാവീദിന് കൊടുത്ത ജ്ഞാനം അത് വളരെ വലുതായിരുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ പിന്നിൽ മറ്റൊരു കഥയുമുണ്ട്. ചരിത്രം പറയുന്നത് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് താൻ കാലുകുത്തുന്ന സമയത്ത് ചന്ദ്രനിൽ നിന്ന് ഉറക്കെ വായിച്ച സങ്കീർത്തനമാണ് 19-ാം സങ്കീർത്തനം. ചന്ദ്രൻ എന്ന ഗ്രഹത്തിൽ ഒരു മനുഷ്യൻ്റെ ശബ്ദം ഉയർന്നുവെങ്കിൽ ആദ്യമായി ഉയർന്നു കേട്ടത് 19-ാം സങ്കീർത്തനമായിരുന്നു. ഈ നീൽ ആംസ്ട്രോങ് എന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ലക്ഷ്യത്തിലെത്തണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി ദീർഘനാളുകൾ അശ്രാന്ത പരിശ്രമം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു. തിരികെ ഒരു മടങ്ങിവരവുണ്ടെന്ന് പോലും പ്രതീക്ഷയില്ലാത്ത ഒരു യാത്ര താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഉറച്ച് അതിനുവേണ്ടി തീരുമാനമെടുത്തു. ഒടുവിൽ ആ യാത്ര തിരിച്ചു. താൻ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്തിലെത്തപ്പെട്ടു. ചരിത്രമൊരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരടയാളം താൻ രേഖപ്പെടുത്തുവാനായിട്ടിടയായി. അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നതുകൊണ്ട് തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം തനിക്ക് ദൈവം സാധ്യമാക്കി കൊടുത്തു. താൻ ആരോഗ്യപൂർണനായി തൻ്റെ നാട്ടിലേക്ക് താൻ മടങ്ങി വന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ലക്ഷ്യം കാണുന്നുണ്ടെങ്കിൽ, നാം ഒരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, നാം ഒരു ദർശനം കാണുന്നുണ്ടെങ്കിൽ, ആ ദർശനത്തിലേക്ക്, നാം കണ്ട സ്വപ്നത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് നാം ഓടിയെടുക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി തുണ നിൽക്കുന്നൊരു കർത്താവുണ്ട്. എന്നാൽ ദൈവനാമം മഹത്വപ്പെടേണ്ടതാണെങ്കിൽ ഉറപ്പായും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി തുണ നിൽക്കും. ലോകപ്രകാരമുള്ള സ്വപ്നമോ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ചിന്തകളോ അതിലേക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങളോ ആണെങ്കിൽ ഒരിക്കലും കർത്താവ് നമുക്ക് വേണ്ടി തുണ നിൽക്കില്ല. എന്നാൽ ദൈവനാമം മഹത്വപ്പെടേണ്ടതാണെങ്കിൽ ഉറപ്പായും കർത്താവ് നമ്മെ ആ ലക്ഷ്യത്തിലെത്തിക്കുക തന്നെ ചെയ്യും. ലോകം ഒരുപക്ഷെ വെല്ലുവിളിക്കും, ഒരിക്കലും ആ ലക്ഷ്യത്തിലെത്തിക്കുകയില്ല. ഒരിക്കലും നീ ലക്ഷ്യം കാണുകയില്ല. നീ പരാജയപ്പെടും, നീ താഴ്ചയിലേക്ക് പോകും. എന്നാൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെക്കാൾ യോഗ്യരായ അനേകരുണ്ടായിരിക്കെ, നമ്മെക്കാൾ പ്രാപ്തരായ, പ്രഗത്ഭരായ, പരിജ്ഞാനമുള്ള, അനുഭവ പാഠവമുള്ള അനവധി ആളുകൾ ഉണ്ടായിരിക്കെ അവരുടെ മുൻപാകെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം അത് ദൈവം നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. നാം ഇവിടെ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 14-ാം വാക്യം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയോടുകൂടെ ദാവീദ് ഈ പാട്ട് അവസാനിപ്പിക്കുകയാണ്. ആ പാട്ട് വളരെയേറെ ചിന്തിപ്പിക്കുന്ന ഒരു പാട്ടിൻ്റെ അവസാന വരികളാണ്. വളരെ അർത്ഥവത്തായ വരികളാണ്. പ്രവചനാത്മാവിൽ എഴുതപ്പെട്ട വരികളാണ്. നാം ഇവിടെ നോക്കുമ്പോൾ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥനയാണ് ഇവിടെ നാം കാണുന്നത്. നമ്മുടെ പാറയായ, യുഗങ്ങളുടെ പാറയായ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി മറുവില കൊടുത്ത്, ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് തൻ്റെ ജീവനെ കൊടുത്ത്, തൻ്റെ രക്തം കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ്. നമുക്കൊരു വീണ്ടെടുപ്പുകാരൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ആ കർത്താവിനോടുള്ള പ്രാർത്ഥനയാണ് എൻ്റെ വായിലെ വാക്കുകളും
എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, പ്രവർത്തിക്കാറുമുണ്ട്. പലപ്പോഴും ചിന്തിക്കുന്നതല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് ചിന്തിക്കാറുമില്ല. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യാദികളുണ്ട്. വേദപുസ്തകം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒരു പരാജയ ദമ്പതികളെ നമ്മൾ കാണുകയാണ്. പത്രോസിൻ്റെ കാൽക്കൽ തങ്ങളുടെ നിലം വിറ്റ് അതിൻ്റെ ഒരംശം കൊണ്ടുവച്ച അനന്യാസും സഫീറയും തങ്ങളുടെ നിലം തങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ അധികം വിലയ്ക്ക് വിൽപ്പന നടത്തി ലഭിച്ച നന്മ കൊണ്ട് ഒരു രാത്രി മുഴുവനും ഒരു ദിവസം മുഴുവനും അവർ ചിന്തിക്കുകയാണ്, ഇതെന്ത് ചെയ്യണം. അവർ എടുത്ത തീരുമാനമല്ല, അവർ പിന്നത്തേതിൽ തീരുമാനത്തെ മാറ്റി. എന്നാൽ ദൈവത്തോട് പോലും ക്ഷമ ചോദിക്കാതെ തങ്ങളുടെ ബലഹീനതയാണ്, കർത്താവെ ക്ഷമിക്കണമേ എന്ന് ക്ഷമാപണം പോലും നടത്താതെ ദൈവം കാണുന്നില്ല എന്നുള്ള മനോഭാവത്തോടെ, പരിശുദ്ധാത്മാവ് അറിയുന്നില്ല എന്ന മനോഭാവത്തോടെ ആലയത്തിലേക്ക് തങ്ങൾ വിറ്റതിൽ നിന്നൊരംശം മാത്രം എടുത്തുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അവർ ഒരുപാട് ചിന്തിക്കുകയാണ്. അവർ ചിന്തിച്ചത് അവരെ നിത്യനരകത്തിലേക്ക് തള്ളിയിടുവാനായിട്ടിടയായി. ആ ചിന്തകൾ അവരൊരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുവാനായിട്ടിടയായില്ല. കാരണം പരിശുദ്ധാത്മാവിനോടാണ് അവർ വ്യാജം കാണിച്ചത്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നമ്മുടെ ചിന്തകൾ. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നതും പലപ്പോഴും നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകൾ, ഒന്നാമതായി നാം ചിന്തിക്കേണ്ടത് നമ്മുടെ നിത്യതയെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കേണ്ടതായിരിക്കുന്നു. ഈ ഭൂമിയിലെ വാസം ഒരു പ്രവാസ ജീവിതമാണ്. ഈ പ്രവാസ ജീവിതം എപ്പോൾ വേണമെങ്കിലും തീരാം. ഇന്നത്തെ മനുഷ്യൻ്റെ ആയുസ്സിനൊരു ഗ്യാരൻറ്റിയുമില്ല. ജനിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. പറയുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ നാളെ എന്ന ദിവസം ജീവിച്ചിരിക്കുമോ എന്ന് പോലും നമുക്കൊരു ഉറപ്പില്ല. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ, ഈ ഭൂമിയിൽ, ഈ പ്രവാസ വാഴ്ചയിൽ നാം വാഴുമ്പോൾ ഈ പ്രവാസത്തിനപ്പുറമുള്ള ഒരാനന്ദകരമായ ഒരു ലോകത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ആനന്ദം കർത്താവിനോടുകൂടെ വാഴുമ്പോൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞാനും നിങ്ങളും ദൈവമക്കളെന്ന് പറഞ്ഞ് വേദപുസ്തകവും കയ്യിൽ പിടിച്ച് വെള്ളയും ഇട്ട് നമ്മളൊരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടന്നിട്ട് നമ്മൾ കർത്താവിന് പ്രയോജനമുള്ളവരായി വിശുദ്ധ ജീവിതം നയിച്ച് നമ്മുടെ ജീവിതത്തിലെ എതിർകാലം, ആ നിത്യത എന്ന് പറയുന്ന വാസം കർത്താവിനോടുകൂടെ വാഴുവാൻ തികവുള്ളവരല്ല എങ്കിൽ, കറപുരണ്ട ജീവിതമാണെങ്കിൽ ഒരിക്കലും ആ നിത്യത അവകാശമാക്കുവാൻ കഴിയുകയില്ല. വേദപുസ്തകമെടുത്ത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടന്നത് നമുക്ക് നഷ്ടമായി മാറും. പ്രിയരെ, ഈ പ്രവാസ വാഴ്ചയിൽ നമ്മുടെ നിത്യതയെക്കുറിച്ച് നാം എപ്പോഴും ബോധവാന്മാരായി നമ്മുടെ ജീവിതത്തെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവിനോടുകൂടെ അടുത്ത് നമുക്ക് വാഴാം. ഈ പ്രവാസ കാലഘട്ടം നാം ഇവിടെ ആയിരിക്കുമ്പോൾ മണവാളനോടുകൂടെ വാഴുവാൻ വേണ്ടി, മണിയറയിലേക്ക് പോകുവാൻ വേണ്ടി മണവാട്ടി സഭയായ നാം കറ പുരളാതെ കന്യകയായി നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ഈ ഭൂമിയിലെ വാഴ്ച കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനോട് അടുത്ത് കൂടുതലെടുത്ത് വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അതിനായി നമുക്ക് ഒരുങ്ങാമോ? ഓരോ നിമിഷവും നമുക്ക് ചിന്തിക്കാമോ? ഈ ഭൂമിയിൽ നാം വാഴുമ്പോൾ
നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എതിർകാലത്തെ കാണിക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ പ്രവൃത്തി ആ എതിർകാല കർത്താവിനോടുകൂടെയാണോ വാഴുന്നത്, അതോ നിത്യ നരകാഗ്നിയിലാണോ വാഴുന്നതെന്ന് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെയും ഹൃദയത്തെയും കർത്താവിലേക്ക് ഏകാഗ്രമാക്കി നമുക്ക് മുൻപോട്ട് നീങ്ങാം. രണ്ടാമത്തെ ചിന്ത നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കണം. ഈ യാത്ര എങ്ങോട്ടാണ് പോകുന്നതെന്ന് ബോധവാന്മാരാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ ഈ യാത്ര അത് കർത്താവിൻ്റെ സന്നിധിയിൽ ചേരുവാൻ വേണ്ടിയുള്ള നാം പ്രതീക്ഷിക്കുന്ന ആ നിത്യതയുടെ തീരത്തേക്കുള്ള യാത്രയാണോ, അതോ അന്ധകാരത്തിലേക്കുള്ള യാതനാ സ്ഥലത്തേക്കുള്ള യാത്രയാണോ നാം മുൻപോട്ട് നയിക്കുന്നതെന്ന് നമ്മെക്കുറിച്ച് ചിന്തിക്കണം. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറവുകളും കുറ്റങ്ങളും പാപവശങ്ങളും കർത്താവിനോട് അപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് രൂപാന്തരപ്പെട്ട് അതിൽ നിന്ന് മനം തിരിഞ്ഞ് അതിലേക്ക് കടന്നു പോകാതെ കുറവുകളെയും ബലഹീനതകളെയും കുടഞ്ഞു കളഞ്ഞ് അതിൽ നിന്ന് ബോധവാന്മാരായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വേഗത്തിൽ അടുത്ത് കർത്താവിനോടുകൂടെ ചേർന്ന് നാം ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. നമ്മെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. നമ്മുടെ ആത്മാവിനെ, നമ്മുടെ അകത്തെ മനുഷ്യനെ നാം പോഷിപ്പിക്കുന്നുണ്ടോ, ബലപ്പെടുത്തുന്നുണ്ടോ? അകത്തെ മനുഷ്യൻ ഞരങ്ങുന്നത് ഈ പ്രഭാതത്തിൽ നമുക്ക് തിരിച്ചറിയാമോ? എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത് എന്ന് കോരഹപുത്രന്മാർ ഉറക്കെ തന്നോട് തന്നെ ചോദിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ആത്മാവ് ബലപ്പെട്ടിരിക്കുന്നുണ്ടോ, അതോ ഞരങ്ങുന്നുണ്ടോ? ദൈവത്തോട് ചേരുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ, ദൈവശക്തി പ്രാപിക്കുവാൻ, പുതിയ കൃപ പ്രാപിക്കുവാൻ, പുതിയ ശക്തി പ്രാപിക്കുവാൻ, പുതിയ അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് ദൈവത്തോട്, നമ്മുടെ അകത്തെ മനുഷ്യൻ വീണ്ടും പുതുക്കം പ്രാപിച്ച് ദൈവത്തോട് ചേരാമോ? നമ്മുടെ ജീവിതത്തിലെ മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഓരോ നിമിഷവും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാമോ? കർത്താവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ നന്മകൾ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ, ഓരോ നിമിഷവും അതിനെ ചിന്തിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുക്കാമോ? കർത്താവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമോ? നമ്മെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നമ്മുടെ ജഡീക ചിന്തകളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. നമ്മെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യൻ എങ്ങനെ ബലപ്പെട്ടിരിക്കുന്നു, നമ്മുടെ പ്രവർത്തികൾ, ഒരാളോട് പറയുന്ന വാക്കുകൾ അതെങ്ങനെയാണ്, ഒരാളോട് നമ്മുടെ ഇടപെടൽ അതെങ്ങനെയാണ്, ഒരാളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്, അത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് കർത്താവിനെക്കുറിച്ച് ചിന്തിക്കാമോ? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ, ഉപകാരങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമോ? വേദപുസ്തകത്തിൽ ഹാനോക്ക് എന്ന് പറയുന്ന ഒരു ഭക്തൻ താൻ ദീർഘവർഷങ്ങൾ, നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായ വർഷങ്ങൾ കർത്താവിനോടുകൂടെ നടന്നു, കർത്താവിനോടുകൂടെ സംസാരിച്ചു, കർത്താവിനോടുകൂടെ ചേർന്നിരുന്നു. കർത്താവിൻ്റെ മുൻപിൽ താൻ വിശുദ്ധ ജീവിതം നയിച്ച് തികവുള്ളവനായി തീർന്നപ്പോൾ ദൈവം തന്നെ എടുത്തുകൊള്ളുവാനായിട്ടിടയായി. വേദപുസ്തകത്തിൽ മറ്റൊരു ഭക്തനെയും നാം കാണുന്നുണ്ട്. ഏലിയാവെന്ന ദൈവപുരുഷനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ശക്തനായ ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. തൻ്റെ വാക്കുകളിൽ ദൈവശക്തി വ്യാപരിച്ചു. തൻ്റെ പ്രവൃത്തികളിൽ ദൈവം തന്നോടുകൂടെ ഉണ്ടായിരുന്നു. താൻ പറയുന്ന വാക്കുകൾ അപ്രകാരം തന്നെ സംഭവിക്കുവാനായിട്ടിടയായി. തൻ്റെ കൽപ്പനകൾ പോലും അപ്രകാരം നിറവേറപ്പെടുവാനായിട്ടിടയായി. കാരണം തൻ്റെ പ്രാർത്ഥന ശക്തമായിരുന്നു. താൻ ദൈവത്തോട് എപ്പോഴും നിരന്തരം അടുത്തിരുന്ന ഒരു ദൈവഭക്തനായിരുന്നു. തൻ്റെ ജീവിതം കറപുരളാതെ തന്നെ കഴുകി വിശുദ്ധീകരിച്ച ഒരു ദൈവഭക്തനായിരുന്നു ഏലിയാവെന്ന ദൈവപുരുഷനായ മനുഷ്യൻ. അദ്ദേഹം വിവാഹം കഴിച്ചതായിട്ട് കാണുന്നില്ല.
തനിക്ക് മക്കളുള്ളതായിട്ട് കാണുന്നില്ല. ലൗകിക ചിന്തകൾ പോലും താൻ വേണ്ടെന്ന് വെച്ച്, ലോകം നൽകുന്ന സുഖവും സന്തോഷവും വേണ്ടെന്ന് വെച്ച്, ദൈവത്തിൽ കൂടെയുള്ള സന്തോഷം വലുതായി എണ്ണി ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് ആ ഭക്തൻ്റെ ശരീരം ദ്രവത്വം കണ്ടില്ല. മരണം കാണാതെ തൻ്റെ ശരീരം തേജസ്കരിക്കപ്പെട്ട് കർത്താവിനോടുകൂടെ വാഴുവാൻ താൻ എടുക്കപ്പെടുവാനായിട്ടിടയായി. ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവ് നമ്മെ വഴി നടത്തുന്ന വിധങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവത്തെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എങ്ങനെ കർത്താവിനോടുകൂടെ ചേർന്നിരുന്നാൽ നമ്മുടെ ജീവിതം ആനന്ദമാകും, അനുഗ്രഹമാകും എന്ന് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനക്കാരനോടൊപ്പം ഒരിക്കൽ കൂടെ നമുക്കൊന്ന് പറയാമോ? എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഈ പ്രഭാതം കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. അങ്ങയോട് ചേർന്നിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഈ പ്രഭാതത്തിൽ വലിയൊരു നല്ല അംശം കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനം അത് നിത്യതയെക്കുറിച്ചുള്ളതാകട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്ന ധ്യാനമാകട്ടെ കർത്താവേ. അങ്ങയെക്കുറിച്ചുള്ള ചിന്തകളാകട്ടെ കർത്താവേ. ഞങ്ങളുടെ വായിലെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതാകട്ടെ കർത്താവേ. ഒരു ഹൃദയത്തെയും തകർക്കാത്തതാകട്ടെ കർത്താവേ. ഒരു കണ്ണുകളെയും ഈറനണിയിക്കാത്തതാകട്ടെ കർത്താവേ. ഒരു വ്യക്തികളെയും കർത്താവിൽ നിന്ന് അകറ്റാത്തതാകട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ട് നിത്യതയിൽ മറയപ്പെടുവാൻ ഈ പ്രവാസകാലം ഭയത്തോടും ഭക്തിയോടും ചിലവഴിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. അത്ഭുതം പ്രവർത്തിക്കണം. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേട്ടുത്തരമരണം. സ്വർഗീയ നല്ല കർത്താവേ, ആമേൻ, ആമേൻ, ആമേൻ. കൂടെയുണ്ടേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ടേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ടേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്, എന്നുര ചെയ്തവൻ കൂടെയുണ്ട്.
ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്, എന്നുര ചെയ്തവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആവശ്യനേരത്തൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. ആവശ്യനേരത്തൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും, വെള്ളമെൻ മീതെ കവിയുകില്ല. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും, വെള്ളമെൻ മീതെ കവിയുകില്ല. വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോടു കൂടെയുണ്ട്. വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോടു കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവമെൻ കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവമെൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്, ലോകാന്ത്യത്തോളമെൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്, ലോകാന്ത്യത്തോളമെൻ കൂടെയുണ്ട്. കൂടെയുണ്ടേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ടേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്.